വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിടിലൻ ടൈം ട്രാവൽ മൂവിയാണ് കാണാൻ പോകുന്നത്. അതും വെറും ഒരു ടൈം ട്രാവൽ മാത്രമല്ല, ജീവിതം തന്നെ മാറ്റിമറിച്ച് മരണത്തിന്റെ വക്കിലെത്തിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിത്ത് സൂപ്പർ നാച്ചുറൽ ട്വിസ്റ്റ്. 2020 പുറത്തിറങ്ങിയ ടിക്കാൾ എന്ന സൗത്ത് കൊറിയൻ സിനിമ. നമ്മുടെ നായികയ്ക്ക് അവളുടെ വീട്ടിലെ കോർലെസ് ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അവൾ അത് എടുത്തു കഴിഞ്ഞ് പല കാര്യങ്ങളും മാറുന്നു. വിളിക്കുന്നതാണെങ്കിലോ 20 വർഷം മുൻപ് അതേ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാൾ. മിസ്റ്ററി, ക്രൈം ത്രില്ലർ, സൂപ്പർ നാച്ചുറൽ, സൈക്കോപാത്ത് എല്ലാം നിറഞ്ഞ ഒരു ഗംഭീര സിനിമ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ സിനിമയെ മനസ്സുകൊണ്ട് കാണാൻ നോക്കാം. ഒരാളൊഴിഞ്ഞ വഴിയിലൂടെ ബാഗുമായി ഒറ്റയ്ക്ക് നടന്ന ഒരാൾ പോകും. ഇതാണ് നമ്മുടെ ഹീറോയിൻ കിം സിയോ യോൺ. അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചിന്തകളും വിഷമങ്ങളും ടെൻഷനുമായി നടക്കുന്ന ഒരു പെണ്ണാണെന്ന്. അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായത് കാരണം ഹീറോയിൻ അമ്മയെ വന്ന് കണ്ട് അവർ രണ്ടുപേരും അത്ര പൊരുത്തത്തിലല്ലാത്തതിനാൽ നാട്ടിലെ ചെറുപ്പകാല കുടുംബ വീട്ടിൽ അവൾ ഒറ്റയ്ക്ക് താമസിക്കാൻ വരുന്ന വഴിയാണ്. ഹീറോയിൻ അറിയാവുന്ന ഒരു നെയ്ബർ അതിലേ പോകുമ്പോൾ പുള്ളി വണ്ടി നിർത്തി ഹീറോയിൻ ഒരു ലിഫ്റ്റ് കൊടുക്കും. പോകുന്ന വഴിയിൽ ഇയാൾ ഹീറോയിനോട് എപ്പോഴാ വന്നേ, ആശുപത്രിയിൽ അമ്മയെ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ എന്റെ ഫോൺ ട്രെയിനിൽ വെച്ച് മിസ്സായി, നിങ്ങളുടെ ഫോൺ ഒരു കോൾ ചെയ്യാൻ തരുമോ എന്ന് ചോദിക്കും. അതിനെന്താ, വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കൊടുക്കും. അപ്പോഴേക്കും വീടെത്തി അവൾ ആരെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇന്നത്തേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ വെച്ചോളാൻ പുള്ളി പറയും. വീടിനകത്ത് എന്തായാലും ഒരു ഫോൺ കാണും, അതുകൊണ്ട് വേണ്ടാന്ന് ഹീറോയിൻ പറയും. അങ്ങനെ ഹീറോയിൻ വീടിനകത്തേക്ക് കയറി അവിടെ അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാൻഡ് ഫോൺ കാണും. ഹീറോയിൻ അതെടുത്ത് അവളുടെ ഫോണിലേക്ക് വിളിക്കും. അവിടെ നിന്ന് ആരോ ഒരാൾ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇതെന്റെ ഫോണാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്, നിങ്ങൾ ആരാന്നൊക്കെ ഹീറോയിൻ ചോദിക്കും. ഹീറോയിന്റെ ഫോൺ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ളതായതുകൊണ്ട് ഈ ഫോൺ എടുത്ത ആള് ഫോണൊക്കെ തരാം, അതിന് പൈസ വേണമെന്ന് പറയും. ഇതിപ്പോ നമ്മുടെ പെണ്ണിന്റെ ഫോൺ എടുത്തിട്ട് തിരിച്ച് വേണമെങ്കിൽ അവളോട് തന്നെ പൈസ ചോദിക്കും. എന്തായാലും തിരിച്ച് ഹീറോയിൻ അതിന് മറുപടി പറയുന്നതിന് മുന്നേ അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. ഹീറോയിൻ വീണ്ടും വിളിക്കും. ഫോൺ അപ്പോഴേക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അത് രക്ഷയില്ലാതെ ഹീറോയിൻ അവളുടെ ലാപ്ടോപ്പിൽ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ സെർച്ച് ചെയ്യും. ആ സമയം അവളുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരും. ഹീറോയിൻ വളരെ വേഗത്തിൽ തന്നെ അത് എടുക്കും. എടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. ഈ സ്ത്രീ അവിടെ നിന്ന്, നീ പറഞ്ഞത് ശരിയാ, എന്റെ അമ്മയ്ക്ക് പ്രാന്താണ്, അവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുവാണെന്നൊക്കെ പറയും. ഇത് കേട്ട് ഹീറോയിന്, നിങ്ങളിത് എന്താ പറയുന്നേ, ആരുടെ അമ്മ, ആരെന്ത് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ചോദിക്കും. അതിനവിടുന്ന്, ഇത് സുൻഹിയുടെ നമ്പർ അല്ലേ, അല്ലെന്ന് ഹീറോയിൻ പറയുമ്പോഴേക്കും ഫോൺ കട്ടി. അടുത്ത സീനിൽ ഹീറോയിൻ അമ്മയെ കാണാൻ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനോട് സംസാരിക്കും. അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ഇപ്പോൾ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്, ഒരു വലിയ സർജറി തന്നെ വേണ്ടിവരും, അതിവിടെ ചെയ്യാൻ പറ്റില്ല, വേറെ വലിയ ആശുപത്രി കൊണ്ടുപോകണം എന്നൊക്കെ ഡോക്ടർ പറയും. അത് കഴിഞ്ഞ് ഹീറോയിൻ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മ അവളോട്, എന്റെ ഫ്രണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ മരിച്ചുപോയ ഇൻഷുറൻസ് വേഗത്തിൽ കിട്ടാൻ അവൾ നിന്നെ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിന്റെ അച്ഛന്റെ കൂടെ തന്നെ അടക്കം ചെയ്യണമെന്ന് അമ്മ പറയും. ഹീറോയിൻ എന്തൊക്കെയോ ദേഷ്യത്തിലാണ്. അവൾ അമ്മയോട്, അച്ഛന്റെ ഒപ്പം അടക്കം ചെയ്യാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്, എന്നിട്ട് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. സംഭവം ഹീറോയിന്റെ അച്ഛൻ മരിച്ചത് ഒരു തീപിടുത്തത്തിലാണ്, അത് അവളുടെ അമ്മ കാരണം സംഭവിച്ചു എന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. സോ അവൾക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമാണ്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഫോൺ ബെല്ലടിക്കും. ഓടിപ്പോയി ഹീറോയിൻ ഫോൺ എടുക്കുമ്പോൾ നേരത്തെ വിളിച്ച അതേ പെണ്ണ്, സുൻഹി സുൻഹി, എന്നെ അമ്മ ഇപ്പൊ കൊല്ലും, എന്നെ രക്ഷിക്കൂ, എന്റെ അഡ്രസ്സ് നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് പറയും. ഹീറോയിൻ ദേഷ്യപ്പെട്ട്, നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവിടെ നിന്ന് ആ പെണ്ണ് വീണ്ടും, ഇത് സുൻഹിയുടെ നമ്പർ അല്ലേ, അല്ലാന്ന് ഹീറോയിൻ പറയുമ്പോഴത്തേക്കും, നീ എന്തിനെങ്ങനെ കള്ളം പറയുന്നേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നാള് കട്ടി. അപ്പോഴാണ് ഹീറോയിൻ അവിടെ ഒരു പോസ്റ്റ് കാർഡ് കാണുന്നത്. ഹീറോയിൻ അതെടുത്ത് നോക്കുമ്പോൾ ഈ ഫോണിലേക്ക് വിളിച്ച പെണ്ണ് പറഞ്ഞ അഡ്രസ്സും ഹീറോയിൻ താമസിക്കുന്ന അഡ്രസ്സും ഒരേ അഡ്രസ്സാണ്. ഇത് കണ്ട് ഹീറോയിൻ ഒന്നും മനസ്സിലാവുന്നില്ല, അവൾ എന്തൊക്കെയോ ചിന്തയിലാണ്. അടുത്ത സീനിൽ ഹീറോയിൻ ഉറങ്ങുന്ന സമയം അവളുടെ കാലിൽ ഒരു മുറിപ്പാടുള്ളത് കാണിക്കും. ആ സമയം കഥകിൽ ആരോ തട്ടും പോലെ സൗണ്ട് കേൾക്കും. അവൾ ഞെട്ടി എഴുന്നേറ്റ് പേടിച്ച് അവളൊക്കെ നോക്കുമ്പോൾ അവളുടെ ഫാമിലി ഫോട്ടോ താഴെ വീണ് കിടക്കുന്ന അവൾ കാണും. അപ്പോഴാണ് നമ്മുടെ പെണ്ണിനൊന്ന് സമാധാനാകുന്നത്. എന്തായാലും ഈ ഫോട്ടോ എടുത്ത് ഭിത്തി തൂക്കണം. അവൾ ഒരു ആണി എടുത്ത് ഭിത്തിയിൽ അടിക്കുമ്പോൾ 1, 2, 3-ാമത്തെ അടിയിൽ ആണി തെറിച്ച് അതിനകത്തേക്ക്. ഇതെന്താടാ ഇപ്പൊ ആണി അതിനകത്തേക്ക് പോയി അവൾ നോക്കുമ്പോൾ അത് ഒറിജിനൽ ഭിത്തിയല്ല, എന്തൊക്കെയോ വെച്ച് തട്ടിക്കൂട്ട് ചെയ്തേക്കുന്ന ഒരു സാധനം. അവൾ ആ ചുറ്റിക എടുത്ത് ആ ഭിത്തിയെ തന്നെ അടിച്ചു പൊട്ടിക്കും. അപ്പോഴുണ്ട് അതിനകത്തേക്ക് വലിയൊരു ബേസ്മെന്റ്. അത് മറച്ചാണ് ഈ ഭിത്തി കെട്ടിയിരിക്കുന്നത്. 20 വർഷമായിട്ട് നമ്മുടെ ഹീറോയിൻ ഈ വീട്ടിലുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം അവൾ ഇന്നാണ് കാണുന്നത്. ഹീറോയിൻ ഒന്നും മനസ്സിലാകാതെ ആകെ ഷോക്കിലാണ്. എന്തായാലും ഹീറോയിൻ ഒരു ടോർച്ച് എടുത്ത് അതിനകത്തേക്ക് ഇറങ്ങും. അവിടെ ഒരുപാട് വൃത്തിയുള്ള ഒരു റൂം കാണും. അവിടെ നടുവിൽ ഒരു കസാര ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു കരടിക്കുട്ടന്റെ ബൊമ്മയും. അങ്ങനെ ഹീറോയിൻ അവിടെ ഒക്കെ നോക്കുമ്പോൾ ആ റൂമിന്റെ അറ്റത്തായി ഒരു ബോക്സ് കാണും. ഹീറോയിൻ അതെടുത്ത് നോക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ. അതിലൊരു ഡയറി അവളുടെ കണ്ണിൽപ്പെടും. അത് ഹീറോയിൻ തുറന്നു നോക്കുമ്പോൾ വലിയ പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് കാണും. അതിന്റെ താഴെ യങ്സൂക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ഫോട്ടോ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴും. ആ ഫോട്ടോ കണ്ട് ഇവളായിരിക്കുമോ യങ്സൂക്ക് എന്ന് അവള് ചിന്തിക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്ത ഡേറ്റ് ഹീറോയിൻ നോക്കുമ്പോൾ 26 നവംബർ 99 എന്ന് കാണും. അതായത് 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ. അപ്പോൾ ഹീറോയിൻ എന്തായാലും ഒരു കാര്യം മനസ്സിലാവും,
അവൾക്ക് മുന്നേ 20 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് ഇതെന്ന്. ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ ഹീറോന് ഭയങ്കരമായ ആഗ്രഹം തോന്നും. അടുത്ത സീനിൽ അവൾ ഒരാളോട് ഇത് ചോദിക്കാനായിട്ട് വരും. അത് മറ്റാരുമല്ല, ഹീറോനെ പിക്ക് ചെയ്ത ഹീറോയുടെ നെയ്ബറാണ്. വലിയൊരു സ്ട്രോബെറി തോട്ടമൊക്കെ ഉള്ള ആളാണ് നെയ്ബർ. പുള്ളി അങ്ങനെ സ്ട്രോബെറി ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഹീറോയിൻ വന്ന് ചോദിക്കും. അയാൾ തലയൊക്കെ ചൊറിഞ്ഞ് എന്തൊക്കെയോ ആലോചിച്ച് അറിയാന്ന് പറയും. അവളുടെ പേര് എങ്സോക്ക്. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് ഹീറോയിൻ ചോദിക്കും. അപ്പോൾ ഇയാൾ അത് അറിയില്ലെന്ന് പറയും. കുറച്ചു മുന്നേ നിങ്ങൾ അറിയാന്ന് പറഞ്ഞു, ഇപ്പൊ അറിയില്ലെന്നോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ആളാണ്. അവളുടെ അമ്മ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്തുന്നോ എന്തൊക്കെയാണ്. 20 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, അത്ര ഓർമ്മയില്ലാന്ന് ഇയാൾ പറയും. ഇയാളുടെ സംസാരം കേട്ട് എന്തൊക്കെ ഇയാൾ മറക്കുന്നുണ്ടെന്ന് ഹീറോയിന് മനസ്സിലാവും. തിരിച്ചു പോകുന്ന വഴിയിലെല്ലാം അവളുടെ ചിന്തകളാണ് ഹീറോയിന്റെ മനസ്സിൽ. അപ്പോഴാണ് അവിടെ അവൾ ഒരു സുൻഹി സ്റ്റോർ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് കാണുന്നത്. ഈ സുൻഹി സ്റ്റോറിലെ നമ്പർ എന്ന് പറഞ്ഞാണ് ആ പെണ്ണ് രണ്ടാമത് വിളിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്നും ഹീറോയിന് മനസ്സിലാവില്ല. 20 വർഷം മുമ്പുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ കിട്ടുന്നു. ഒരു പെണ്ണ് ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. ഒന്നും മനസ്സിലാവാതെ ഹീറോയിൻ വീട്ടിൽ വന്ന് ബേസ്മെന്റ് നോക്കി നിൽക്കുന്ന സമയം ആ ഫോൺ വീണ്ടും ബെല്ലടിക്കും. ഹീറോയിൻ ഓടി വന്ന് ഫോൺ എടുക്കുമ്പോൾ നേരത്തെ വിളിച്ച അതേ പെണ്ണ് തന്നെയാണ്. അവള് ഭയങ്കര കരച്ചിലാണ് നേരത്തെ. ആരോ ഒരാൾ അവളെ ടോർച്ചർ ചെയ്യുന്ന സൗണ്ട് ഒക്കെ ഹീറോയിൻ കേൾക്കും. ഇതൊക്കെ ഫോണിലൂടെ കേട്ട് ഹീറോയിൻ ഞെട്ടി പേടിച്ചിരിക്കുവാണ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇനിയാണ് ഈ സിനിമ എന്താണെന്ന് കാണിക്കാൻ പോകുന്നതിന്റെ പോയിന്റ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലത്തെ അതേപോലത്തെ ഒരു ഫോൺ കാണിക്കുന്നുണ്ട്. അതിനടുത്തുനിന്ന് ഒരു പെണ്ണിനെ ആരോ ഒരാൾ വലിച്ചുകൊണ്ട് പോകുന്നു. ആ ബേസ്മെന്റിൽ വെച്ച് എന്തൊക്കെയോ ടോർച്ചർ ചെയ്യാൻ പോകുന്നു അവളെ. ഒരുവിധം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവളുടെ പുറകെ ചെന്ന് അവളെ പിടിക്കുന്ന സമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന തീ അവിടുത്തെ പടിക്കെട്ടിൽ വീഴും. അവിടെ കത്തുന്ന തീയുടെ പുക ആ ബേസ്മെന്റിലൂടെ ഹീറോയിൻ ഇപ്പൊ കാണും. ഇതുകൂടി കണ്ട് അവൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഇവിടെയാണ് സിനിമയുടെ മെയിൻ കൺസെപ്റ്റ് വരുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വീട്ടിൽ നടന്ന പാസ്റ്റ്, 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നടക്കുന്ന ഫ്യൂച്ചർ. ഒരു കഥ എന്ന പോലെ ഒരുപോലെ നമ്മൾ കാണാൻ പോകുന്നു. അടുത്ത സീൻ അതേ പെണ്ണ് ഹീറോയിന്റെ ഫോണിലേക്ക് വിളിച്ച് നീ എന്താ ഇന്നലെ വരാത്തത്, നിനക്ക് എങ്ങനെ ഇതെന്നോട് ചെയ്യാൻ കഴിയുന്നൊക്കെ ചോദിക്കും. അതിന് ഹീറോയിൻ നീ പറഞ്ഞ അഡ്രസ്സ് സത്യമാണോ, എന്റെ വീട്ടിലെ അഡ്രസ്സ് എന്തിനാണ് നീ നിന്റെ വീട്ടിലെ അഡ്രസ് എന്ന് പറയുന്നത്. അതിന് ആ പെണ്ണ് നീ സുൻഹിയല്ലേ എന്ന് ചോദിക്കും. ഹീറോയിൻ ആ ഫോട്ടോ എടുത്ത് നിന്റെ ഫോട്ടോ ഞാൻ കണ്ടു, അത് 1999 നവംബർ 26 എടുത്ത ഫോട്ടോയാണ്. അതിന് ആ പെണ്ണ് നവംബർ 26 അതിന് ഇന്ന് 18 ആയുള്ളൂ. അവൾക്ക് ഇത് കേട്ടൊന്നും വിശ്വാസമാവില്ല. ഹീറോയിൻ അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും പറയും. ഈ പെണ്ണ് ആ ഡയറി എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹീറോയിൻ പറയുന്നത്. ഇതൊക്കെയും കണ്ട് ഞെട്ടി ഈ പെണ്ണ് ഹീറോയിനോട് നീ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ. ഈ പെണ്ണിന്റെ ഡയറിയിൽ, അതായത് യങ്സൂക്കിന്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും ഇടാതെ ഹീറോയിൻ പറയുന്നത് കേട്ട് യങ്സൂക്കിന് ഒന്നും മനസ്സിലാവാതെയാണ് അവൾ ഹീറോയിനോട് ദേഷ്യപ്പെടുന്നത്. അതിന് ഹീറോയിൻ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലാണ് നിൽക്കുന്നത്, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് നവംബർ 18 ഒരു വിമാന അപകടം ഉണ്ടാവും. ഹീറോയിൻ പറയുന്നതൊന്നും വിശ്വസിക്കാതെ എന്തൊക്കെയോ പ്രാന്ത് പറയുന്നു പറഞ്ഞ് ഈ പെണ്ണ് ഫോൺ കട്ടി. കുറച്ചു കഴിഞ്ഞ് അവൾ ഫുഡ് കഴിക്കുന്ന സമയം ടിവിയിൽ നോക്കുമ്പോൾ ഹീറോയിൻ പറഞ്ഞതുപോലെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരിക്കുന്നു. ഇത് കാണുമ്പോൾ അവൾ ഞെട്ടി ഹീറോയിൻ പറയുന്നത് സത്യമാണോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യങ്സൂക്ക് ഹീറോയിനെ വിളിച്ച് ഓരോന്ന് സംസാരിക്കുന്ന സമയം 1999 ഒരു സിംഗറിനെ യങ്സൂക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അതേ സിംഗർ 2019 പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ 20 വർഷത്തിന് ശേഷമുള്ള വ്യത്യാസം ഇപ്പോൾ ഉള്ള പാട്ടുകളിൽ കാണാൻ കഴിയും. ഇത് ഹീറോയിൻ അവളെ കേൾപ്പിക്കുമ്പോൾ അവൾക്ക് അതിന്റെ വ്യത്യാസവും 1999 പാട്ടല്ലാന്ന് മനസ്സിലാവും. ഇതെവിടെന്നാ കേൾക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ലാപ്ടോപ്പിൽ നിന്നാണെന്ന് ഹീറോയിൻ പറയും. ലാപ്ടോപ്പോ അതെന്താന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതിലെല്ലാം ചെയ്യാൻ കഴിയും, സ്മാർട്ട് ഫോൺ ഉണ്ട്, അതിൽ കണ്ടുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യുന്നതൊക്കെ നമ്മുടെ അടുത്തെത്തും, പ്രസന്റിലെ മാറ്റങ്ങളൊക്കെ പാസ്റ്റിലെ യങ്സൂക്കിനോട് ഹീറോയിൻ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പ്രസന്റിലെ ഹീറോയിനും പാസ്റ്റിലെ യങ്സൂക്കും നല്ല കൂട്ടുകാരാവും. അടുത്ത സീനിൽ 1999 യങ്സൂക്കിന്റെ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. അത് വാങ്ങാൻ ഒരു ഫാമിലി വരുന്നു. അവരുടെ ഫാമിലിയിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ഈ കുട്ടിയാണ് നമ്മുടെ 2019 ഹീറോയിൻ. കൊച്ചു ഹീറോയിൻ യങ്സൂക്കിനെ കണ്ട് പേടിച്ച് അമ്മയുടെ പുറകിൽ ഒളിച്ചു നിൽക്കും. ഹീറോയിൻ ആരാണെന്ന് മനസ്സിലാക്കി യങ്സൂക്ക് ഹീറോയിൻ അപ്പൊ തന്നെ കോൾ ചെയ്യും. ഹീറോയിൻ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ യുങ്ങൊന്നും മിണ്ടില്ല. പകരം ഹീറോയിന്റെ അച്ഛൻ അവിടെ സംസാരിക്കുന്നത് ഫോൺ വഴി ഹീറോയിനെ കേൾപ്പിക്കും. അച്ഛന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഹീറോയിന് ഭയങ്കര വിഷമാവും. അവളുടെ അച്ഛനെ കുഞ്ഞിലെ തന്നെ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ശബ്ദം ഇപ്പോൾ കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. നിന്റെ അച്ഛന്റെ ശബ്ദം കേട്ടോ, നിങ്ങളിപ്പോ എന്റെ വീട് വാങ്ങാനാണ് വന്നിരിക്കുന്നത്, നീ കുഞ്ഞാണല്ലോ, നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, നിന്റെ അച്ഛൻ ഗ്യാസ് കുട്ടി മരിച്ചു എന്നല്ലേ പറഞ്ഞത്. ശരി, അന്ന് സംഭവം നടന്ന സ്ഥലത്തെ അഡ്രസ്സ് ഹീറോയിനോട് ചോദിച്ച് നിന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് യുങ്സൂക്ക് അവിടെ നിന്ന് അപകടം സംഭവിക്കാൻ പോകുന്ന വീട്ടിലേക്ക് പോകും. യുങ് അവിടേക്ക് വരുമ്പോൾ കൊച്ചു ഹീറോയിൻ സന്തോഷിച്ച് കളിക്കുന്നു. അമ്മ കിച്ചണിൽ എന്തോ ഭക്ഷണം റെഡിയാക്കാൻ വെച്ചിട്ട് ഹാളിലിടുന്ന് നെയിൽ പോളിഷ് ഇടുന്നു. അച്ഛനാണെങ്കിൽ ഉറക്കവും.
പണ്ട് ഈ സമയത്താണ് ഗ്യാസ് പൊട്ടി അപകടം സംഭവിച്ച് ഹീറോയിന്റെ അച്ഛൻ മരിക്കുന്നത്. എന്നാൽ ഇപ്പോ യുങ് ആ അപകടം എല്ലാം ഒഴിവാക്കി അവിടെ നിന്ന് ഹീറോയിന്റെ അച്ഛനെ രക്ഷിക്കും. ആ ഒരൊറ്റ കാര്യം ചെയ്യുമ്പോൾ തന്നെ ഫ്യൂച്ചർ മുഴുവനും മാറും. ഹീറോയിന്റെ കാണാതെ പോയ മൊബൈൽ അവളുടെ കയ്യിലുണ്ടാവും. അന്ന് അവളുടെ കാലിൽ പൊള്ളലേറ്റ മുറിപ്പാട് അത് മുഴുവനും മാഞ്ഞു പോയിരിക്കുന്നു. ആ വീട് പരിസരം എല്ലാം തന്നെ മാറി ഒരു റിച്ച് ഫാമിലി രീതിയിലായിരിക്കും. ഹീറോയിൻ ഇതെല്ലാം കണ്ട് ഞെട്ടി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്ന അവളുടെ അമ്മ പുറത്തുനിന്ന് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു. അതുപോലെ തന്നെ അവളുടെ അച്ഛനും ഇപ്പൊ ജീവനോടുണ്ട്. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. ഇതെല്ലാം യുങ് കാരണമാണെന്ന് ഹീറോയിൻ മനസ്സിലാക്കും. അടുത്ത സീനിൽ ഹീറോയിൻ യുങ്ങിനെ വിളിച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി പറയും. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും ഭയങ്കര കൂട്ടാവും. പ്രസന്റിലെ പാട്ടുകളും കഥകളും ഒക്കെ ലാപ്പ് വഴി യുങ്ങിനെ അവൾ കേൾപ്പിക്കും. യുങ്ങും പാസ്റ്റിൽ ചെയ്ത ഓരോ കാര്യങ്ങൾ ഹീറോയിനോട് പറഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം യുങ് ഹീറോയിനെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കില്ല. ഒരുപാട് തവണ വിളിക്കും, പക്ഷെ അറ്റൻഡ് ചെയ്യില്ല. സംഭവം ഹീറോയിൻ ഇപ്പോൾ ഫാമിലി ആയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് സന്തോഷത്തിലാണ്. ഷോപ്പിങ്ങും മറ്റുമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ഹീറോയിൻ ഫോൺ റിംഗ് ചെയ്യുന്ന കേൾക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ തന്നെ യുങ് ഭയങ്കര ദേഷ്യത്തിലാണ്. ഹീറോയിൻ അവളോട് സോറി ഒക്കെ പറഞ്ഞ് പിണക്കം മാറ്റുന്ന സമയം യുങ്ങിന്റെ അമ്മ വന്ന് ഫോൺ മേടിച്ച് ഇനി മേലിൽ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. യുങ്ങിന്റെ അമ്മ ഒരു ശമാനിക്കാരിയാണ്. സോ യുങ്ങിന്റെ ഉള്ളിൽ എന്തോ ബാധ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഒഴിപ്പിക്കാനുള്ള ടോർച്ചറിങ് ആണ്. അങ്ങനെ കുറെ ഉപദ്രവിച്ച് അവളെ പെടാപ്പാടുപെടുത്തു അവളുടെ അമ്മ. പാസ്റ്റിലെ സംഭവം അറിയാൻ ഹീറോയിൻ അന്നത്തെ ആ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കും. യുങ്ങിന്റെ അമ്മ യുങ്ങിനെ കൊന്ന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ന്യൂസ് എല്ലാം ഹീറോയിൻ കാണും. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ ഇന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി ഹീറോയിൻ യുങ്ങിന്റെ കാളിനായി വെയിറ്റിംഗ് ആണ്. കുറച്ചു കഴിഞ്ഞ് യുങ് ഹീറോയിനെ വിളിക്കും. കാളെടുത്ത് ഉടനെ തന്നെ നിന്റെ അമ്മ നിന്നെ കൊല്ലാൻ പോകുന്നു ഹീറോയിൻ അവളോട് പറയും. അടുത്ത സീനിൽ യുങ്ങിന്റെ അമ്മ ഒരു കത്തി എടുത്ത് യുങ്ങിനെ കൊല്ലാനായിട്ട് വരും. ഉറങ്ങിക്കിടക്കുന്ന യുങ്ങിനെ ശക്തിയോടെ പല പ്രാവശ്യം കുത്തിക്കൊല്ലും. നോക്കുമ്പോൾ അത് യുങ് അല്ല, തലയണയാണ്. യുങ് നേരത്തെ തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. യുങ് ആ സമയം അമ്മയുടെ പുറകിൽ വന്ന് അമ്മ എന്നെ കൊല്ലാൻ നോക്കുവാണോ എന്ന് ചോദിച്ച് ഒരു ഫയർ ഗ്യാസ് സിലിണ്ടർ എടുത്ത് അതിനകം മുഴുവൻ പുകയാക്കി അവിടെ കിടന്ന കത്തി എടുത്ത് യുങ് അമ്മയെ കൊല്ലും. അമ്മയെ കൊന്നു കഴിഞ്ഞ് യുങ് ഹീറോയിനെ വിളിക്കും. നീ രക്ഷപ്പെട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനും അമ്മയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു, ഇപ്പൊ നല്ല സ്നേഹമാണെന്ന് യുങ് പറയും. അമ്മയെ കൊന്ന കാര്യം അവൾ ഹീറോയിനോട് പറയില്ല. അടുത്ത സീനിൽ ഇത്രയും നാൾ അമ്മയുടെ ടോർച്ചറിങ്ങും പീഡനവും ഒക്കെ സഹിച്ച് അവരുടെ കൺട്രോളിലായിരുന്ന യുങ് ഇപ്പൊ സ്വതന്ത്രയായിരിക്കുന്നു. അവൾ വീടിന് പുറത്തേക്ക് വന്ന് എല്ലായിടം ചുറ്റിക്കറങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആർത്തിക്ക് കഴിച്ച് സന്തോഷവതിയായി ഒരു പുതിയ ലൈഫ് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പ്രസന്റിൽ 2019 ഹീറോയിന്റെ വീട്ടിനടുത്തുള്ള സ്ട്രോബെറി തോട്ടക്കാരൻ വന്ന് അയാളുടെ തോട്ടത്തിലുണ്ടായ സ്ട്രോബെറി അവർക്ക് കൊടുത്ത് എല്ലാവരും അത് കഴിച്ച് സന്തോഷത്തിലാണ്. പാസ്റ്റിൽ 1999 ഇതേ തോട്ടക്കാരൻ യുങ്ങിന്റെ വീട്ടിൽ സ്ട്രോബെറി കൊടുക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരും. പുള്ളി 20 വർഷങ്ങൾക്ക് മുൻപ് ചുള്ളനായിരുന്നു. അയാൾ അമ്മയില്ലേ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞ് യുങ് തോട്ടക്കാരൻ അകത്തേക്ക് വിളിച്ച് ഇരുന്നോളാൻ പറഞ്ഞ് അവൾ ഡ്രസ്സ് മാറ്റാൻ റൂമിലേക്ക് പോകും. ആവശ്യത്തിൽ അധികം ഡ്രസ്സ് യുങ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. സോ ഏതിടണമെന്ന് അവൾക്ക് ഇപ്പോൾ കൺഫ്യൂഷനാണ്. താഴെ ഇരിക്കാൻ പറഞ്ഞ തോട്ടക്കാരൻ അയാളുടെ ചിന്തയിൽ എന്തൊക്കെയോ ഓടി മറയുന്നുണ്ട്. അയാൾ അവിടെയുള്ള ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറെ കവറിലായി എന്തോ കെട്ടിവെച്ചിരിക്കുന്നു. ഇയാൾ അത് എടുക്കുന്ന സമയം ഒരു കവർ താഴെ വീണ് അതിൽ നിന്ന് ചോര ഒഴുകും. തോട്ടക്കാരൻ അത് തുറന്നു നോക്കുമ്പോൾ യുങ്ങിന്റെ അമ്മയുടെ തല വെട്ടിവെച്ചിരിക്കുന്നു. അമ്മയുടെ ബോഡി മുഴുവൻ വെട്ടി പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. അപ്പോഴാണ് യുങ് അവിടേക്ക് വരുന്നത്. നീ എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ വേറെ വഴിയൊന്നും അവൾക്കില്ല. തോട്ടക്കാരനെയും കൊല്ലാൻ തുടങ്ങും. അപ്പോൾ അയാൾ അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് കാണും. അതെടുത്ത് കോൾ ചെയ്യും. ഈ കോൾ വരുന്നത് പ്രസന്റിലെ ഹീറോയിനാണ്. അവൾ അതെടുക്കുമ്പോൾ തന്നെ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആരോടും പറയില്ല, വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാവും. ഹീറോയിൻ ഒന്നും മനസ്സിലാകാതെ ഇതെന്താന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് ഹീറോയിൻ താഴേക്ക് വരുമ്പോൾ അവിടെ അവളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആ തോട്ടക്കാരൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഏത് തോട്ടക്കാരൻ, മിണ്ടാതെ വന്ന് കഴിക്കാൻ അച്ഛൻ പറയും. ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ തോട്ടക്കാരന്റെ വീട്ടിൽ വരും. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു വീട് ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അവിടെ ഒരാൾ താമസിച്ചിരുന്നു എന്ന് പോലും വിചാരിക്കില്ല. ഹീറോയിൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് തോട്ടക്കാരനെ കുറിച്ച് അന്വേഷിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ 20 വർഷം മുൻപ് അയാൾ മരിച്ചു. അയാളെ കൊന്നത് യുങ് സൂക്ക് എന്നൊരു പെണ്ണാണ്. അവളെ അറസ്റ്റ് ചെയ്തു എന്നും പോലീസ് പറയും. അപ്പൊ ഹീറോയിന് മനസ്സിലാകും തോട്ടക്കാരനെയാണ് യുങ് കൊന്നതെന്ന്. അതുകൊണ്ടാണ് വീട്ടിൽ വന്നിരുന്ന ആളെ പെട്ടെന്ന് കാണാതായത്. അടുത്ത കോൾ വരുമ്പോൾ ഹീറോയിൻ അവളോട് ചോദിക്കും, നീയാണോ അവനെ കൊന്നത്? നിമിഷ നേരം കൊണ്ടാണ് അയാളെ കാണാതായത്. അതിന് യുങ്, ഞാനോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. നീ വെറുതെ കള്ളം പറയണ്ട. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു. പോലീസ് നിന്നെ പിടിക്കാൻ ഇപ്പൊ അവിടേക്ക് വരും. നീ ഇനി ജീവിതകാലം മുഴുവൻ ജയിലിലാകാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ യുങ് അങ്ങനെ നടക്കാൻ പാടില്ല, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഹീറോയിനോട് ഹെൽപ്പ് ചോദിക്കും. നീ ഒരു കൊലയാളിയാണ്, ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഫോൺ കട്ട് ചെയ്യും. യുങ് വീണ്ടും തിരിച്ചു വിളിക്കും, പക്ഷെ ഹീറോയിൻ എടുക്കില്ല. യുങ്ങിന് ദേഷ്യം ഒന്ന് സൈക്കോ പോലെയൊക്കെ പെരുമാറും. ഹീറോയിൻ ആണെങ്കിൽ ഫോണിന്റെ കേബിൾ ഡിസ്കണക്ട് ചെയ്തിടും. അതേസമയം പാസ്റ്റിൽ ആരോ യുങ്ങിന്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കും. അവൾ ഡോറ് തുറക്കുമ്പോൾ കൊച്ചു ഹീറോയിനും അച്ഛനുമാണ്. യുങ്ങിനോട് നിന്റെ അമ്മ എവിടെയല്ലേ, രജിസ്ട്രേഷന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇവരെ കാണുമ്പോൾ യുങ്ങിന് എന്തോ ഒരു ഐഡിയ തെളിയും. അമ്മ ഉറങ്ങുക, അകത്ത് കയറി വായോ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് വിളിക്കും. ഹീറോയിനും അച്ഛനും അവിടെ വന്നിരിക്കുമ്പോൾ യുങ് സിലിണ്ടർ എടുത്ത് ഹീറോയിന്റെ അച്ഛന്റെ മുഖത്തേക്ക് അടിച്ച് അച്ഛനെ ഇല്ലാതാക്കും. ഇതേ സമയം പ്രസന്റിൽ ഹീറോയിനും
അച്ഛനും പുറത്ത് കാറിൽ യാത്രയാണ്. പാസ്റ്റിൽ ഈ സംഭവം നടക്കുന്നതുകൊണ്ട് സെയിം ടൈം പ്രസന്റിൽ ഹീറോയിന്റെ അച്ഛൻ ഇല്ലാതാകും. വീണ്ടും എല്ലാം മൊത്തത്തിൽ മാറും. അവളുടെ അച്ഛനെ ഇപ്പോഴാണ് അവൾക്ക് കിട്ടിയത്, അതിനുള്ളിൽ തന്നെ ഇപ്പോൾ കാണാതെയായി. അവൾ കാറിനകത്തിരുന്ന് പൊട്ടിക്കരയും. പാസ്റ്റിൽ കൊച്ചു ഹീറോയിനോട് യുങ് വന്ന് ഞാൻ ഫോൺ വിളിച്ചാൽ നിനക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ച് കുട്ടിയോട് ദേഷ്യപ്പെടും. അതാണേൽ ഒന്നും മനസ്സിലാകാതെ ഭയങ്കര കരച്ചിൽ. പ്രസന്റിൽ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് ഓടി വരുമ്പോൾ ആ വീട് മൊത്തത്തിൽ തീ പിടിച്ച നിലയിൽ തകർന്നു കിടക്കുന്നു. പാസ്റ്റ് ചേഞ്ച് ആയപ്പോൾ പ്രസന്റ് മൊത്തം മാറി. ഈ സിനിമ കുറച്ച് കിളി പോണ സാധനമാണ്, എന്നാലും അവസാനം കുറച്ചുകൂടി കിളി പോകുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അത് വഴിയേ മനസ്സിലാകും. പാസ്റ്റിൽ യുങ് തറയിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ എഴുതി വെക്കും. അത് പ്രസന്റിൽ ഹീറോയിൻ തറയിൽ കാണും. വേറെ വഴിയില്ലാതെ അവൾ ഫോൺ എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ കോൾ വരും. അതെടുക്കുമ്പോൾ യുങ് പറയും, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഇപ്പോൾ എല്ലാത്തിനും കാരണം നീയാണ്. നിന്റെ അച്ഛന്റെ ജീവൻ തന്നത് ഞാനാണ്. ഇപ്പൊ ഞാൻ തന്നെ ആ ജീവൻ എടുത്തു. യുങ് ഒരു പക്കാ റിയൽ സൈക്കോ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ എന്നെ പോലീസ് എങ്ങനെയാണ് പിടിക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിച്ച് പറയും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തകർക്കും. നീ ഒരു കുട്ടിയായി എന്റെ മുന്നിൽ തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതായിരിക്കും നിനക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് യുങ് പറയും. യുങ്ങിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഹീറോ നെറ്റിൽ അന്വേഷിക്കും. തോട്ടക്കാരനെ കൊന്ന ആ കത്തി അവൾ ഒരിടത്ത് കളയും. അതിൽ തോട്ടക്കാരന്റെ ബ്ലഡും യുങ്ങിന്റെ ഫിംഗർ പ്രിന്റ്സും ഉണ്ടായിരിക്കും. ഇതൊരു സ്റ്റോറിൽ ജോലി ചെയ്യുന്ന വയസ്സായ ആള് കണ്ട് പോലീസിനെ അറിയിച്ച് പോലീസ് തെളിവെടുത്താണ് യുങ്ങിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് കേട്ട് യുങ് ആ സ്റ്റോർ എവിടെയാണ് അഡ്രസ്സ് തരാൻ പറയും. ഹീറോയിൻ അവൾക്ക് തെറ്റായ അഡ്രസ്സ് കൊടുക്കും. അങ്ങനെ അതും മേടിച്ച് യുങ് ആ സ്റ്റോറിലേക്ക് പോകും. ഹീറോയിൻ കൊടുത്ത അഡ്രസ്സിലെ സ്റ്റോർ ഇന്ന് ഈ സമയം ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറിക്കാൻ പോകുന്നു. അത് മനസ്സിലാക്കി സൈക്കോ യുങ്ങിനെ കൊല്ലാൻ വേണ്ടിയാണ് ഹീറോയിൻ ആ അഡ്രസ്സ് കൊടുത്തത്. എന്നാൽ യുങ് അവിടെ എത്തുന്ന ടൈമിൽ തന്നെ അത് പൊട്ടിത്തെറിക്കും. യുങ് കുറച്ച് അകലായത് കൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല. ഇത് കണ്ടു ഭയങ്കര ദേഷ്യത്തിൽ യുങ് വീട്ടിൽ വന്ന് ഹീറോയിനെ വിളിച്ച് നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണെന്ന് ചോദിച്ച് കൊച്ചു ഹീറോയിന്റെ കാലിൽ തിളച്ച വെള്ളം എടുത്തൊഴിക്കും. സെയിം ടൈം പാസ്റ്റിൽ ഹീറോയിന്റെ കാൽ പൊള്ളി അവൾ നിലവിളിക്കും. ഇനി ഒരു കാര്യം പറയാം, നിന്റെ അച്ഛൻ മരിച്ചത് നിന്റെ അമ്മ കാരണമല്ല, നീ കാരണമാണ്. അമ്മ ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഗ്യാസ് കുട്ടിക്കളി കാണിച്ച് നീയാണ് പിന്നീട് ചെന്ന് ഓണാക്കിയത്. സോ നിന്റെ അച്ഛൻ മരിച്ചതിന് നീ തന്നെയാണ് കാരണം. ഇനി എല്ലാത്തിനെയും ഞാൻ തീർക്കണ്ടെങ്കിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി പറയാൻ ഹീറോയിനോട് പറയും. വേറെ വഴിയൊന്നുമില്ലാതെ ഹീറോയിൻ സ്റ്റോറിന്റെ ഒറിജിനൽ അഡ്രസ്സ് കൊടുക്കും. യുങ് നിമിഷ നേരം കൊണ്ട് തന്നെ അവിടെ പോയി അയാളെ കൊന്ന് തിരിച്ചു വരും. പാസ്റ്റിൽ യുങ് ജയിലിൽ പോയത് കൊണ്ടാണ് ഈ വീട് തകർന്ന അവസ്ഥയിലായത്. ഇപ്പൊ തെളിവൊന്നുമില്ല, യുങ് ആ വീട്ടിൽ തന്നെ ഉണ്ട്. സോ വീട് ചേഞ്ചായി പക്കാ സൈക്കോയുടെ വീട് പോലെയാകും. ഇതിലെ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ പാസ്റ്റിലെയും പ്രസന്റിലെയും രണ്ടുപേരും ഇപ്പൊ ഒരേ വീട്ടിലാണ്. പാസ്റ്റിലെ യുങ്ങിന്റെ കയ്യിലെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട്. അതാരാന്ന് ഇപ്പൊ അറിയില്ല. ഹീറോയിൻ ആണെങ്കിൽ യുങ് കാണാതെ ഒരിടത്ത് കയറി ഒളിക്കും. ഇതേ സമയം ഹീറോയിന്റെ അമ്മ അച്ഛനെയും മോളെയും കാണാത്തത് കൊണ്ട് പോലീസിന് പരാതി കൊടുക്കും. അവർ യുങ്ങിന്റെ വീട്ടിലേക്കാണ് പോയത്, പിന്നെ അവരെ കണ്ടില്ല. അങ്ങനെ അമ്മ പോലീസുമായി യുങ്ങിന്റെ വീട്ടിൽ വരും. അവിടെ എത്തി പോലീസും അമ്മയും അവളോട് കാര്യം ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് വന്നില്ല എന്ന് യുങ് പറയും. ഈ പോലീസിന് അവിടെ മൊത്തത്തിൽ ഒരു സ്ട്രേഞ്ച് ഫീൽ ചെയ്യും. അകത്ത് കയറി നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കയറി നോക്കിക്കോളാം യുങ് പറയും. അമ്മ നോക്കുമ്പോൾ കൊച്ചു ഹീറോയിന്റെ സാധനങ്ങൾ അവിടെ കാണും. അവരിവിടെ തന്നെ ഉണ്ടെന്ന് അമ്മ പറയും. അമ്മ അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് കോൾ ചെയ്യും. ബട്ട് അത് പ്രസന്റിലെ ഹീറോയിനാണ് പോകുന്നത്. ഹീറോയിൻ കോൾ എടുത്ത് അമ്മ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോകണം, ഇല്ലെങ്കിൽ അവൾ നിങ്ങളെ കൊല്ലു എന്ന് പറയുമ്പോഴേക്കും യുങ് പുറകുന്ന ഹീറോയിൻ അടിച്ചിടും. ഇത് കേട്ട് പാസ്റ്റിലെ ഹീറോയിന്റെ അമ്മ ആരാന്നറിയില്ല എന്നെ അമ്മയെന്ന് വിളിച്ചു, ഇവിടെ നിൽക്കരുത്, ആരോ കൊല്ലാൻ പോകുന്നു, എന്തൊക്കെ പറഞ്ഞു എന്ന് പോലീസിനോട് പറയുന്ന സമയം യുങ് പുറകിലൂടെ വന്ന് പോലീസിന്റെ കഴുത്തിൽ കത്തി കുത്തിയിറക്കും. ഇത് കണ്ട് അമ്മ പേടിച്ചോടുമ്പോ അമ്മയെ കൊല്ലാൻ അവൾ പുറകെ ഓടിക്കും. അമ്മ ഒരു റൂമിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് അമ്മ ഫോണിൽ ആരെ വിളിക്കും. ഈ പാസ്റ്റിലെ ഫോണിൽ നിന്ന് ആരെ വിളിച്ചാലും പ്രസന്റിലെ ഹീറോയിനെ എത്തുള്ളൂ. പ്രസന്റിൽ യുങ് ഹീറോയിനെ കഴുത്തിൽ ലോക്ക് ചെയ്ത് കൊല്ലാൻ നോക്കുന്ന സമയം ഹീറോയിൻ അവളുടെ കയ്യിൽ കടിച്ച് അവിടെ നിന്ന് ഒരുവിധം ഓടി രക്ഷപ്പെട്ട് ഒരു റൂമിൽ കയറി വാതിലടയ്ക്കും. അപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്ന അവൾ കാണും. അവൾ അത് എടുക്കുമ്പോൾ തന്നെ അമ്മ അവിടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞങ്ങളെ ഇവിടെ കൊല്ലാൻ പോവുകയാണെന്ന് അമ്മ പറയും. ഹീറോയിൻ അമ്മയോട് ഒന്ന് റിലാക്സ് ആയി, ഞാൻ പറയുന്നത് കേൾക്ക്, അവിടെ അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ അത് വെച്ച് കൊല്ലാൻ പ്രസന്റിൽ നിന്ന് ഹീറോയിൻ പാസ്റ്റിൽ അമ്മയോട് പറയും. അമ്മ നോക്കുമ്പോൾ ഫയർ ഗ്യാസ് സിലിണ്ടർ അവിടെ കിടക്കുന്ന കാണും. അതെടുത്ത് അവളെ കൊല്ലാൻ നിൽക്കുന്ന സമയം പുറത്തുനിന്ന് കൊച്ചു ഹീറോയിന്റെ കരച്ചിൽ അമ്മ കേൾക്കും. അമ്മ മെല്ലെ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ കുഞ്ഞിരിപ്പുണ്ട്. അമ്മ ഓടി അവളെ ചെന്ന് എടുക്കുമ്പോൾ തൊട്ടു പുറകിൽ യുങ് മറഞ്ഞു നിൽപ്പുണ്ട്. അവൾ പുറകിലൂടെ വന്ന് അമ്മയെ കത്തിക്കൊണ്ട് കുത്തും. അമ്മ യുങ്ങിൽ നിന്ന് കൊച്ചു ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി വമ്പം പോരാട്ടം. അമ്മയെ അടിച്ചിട്ട് നേരെ കൊച്ചു ഹീറോയിനെ കൊല്ലാൻ അവൾ മുന്നോട്ടേക്ക് വരും. അതേസമയം പ്രസന്റിൽ ഹീറോയിൻ ഇരിക്കുന്ന റൂം തകർത്ത് യുങ് അകത്തേക്ക് വരും. സെയിം ടൈം യുങ് പാസ്റ്റിലെയും പ്രസന്റിലെയും ഹീറോയിനെ കൊല്ലാൻ കത്തി വീശുന്നതും പാസ്റ്റിൽ ഹീറോയിന്റെ അമ്മ യുങ്ങിനെ പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് രണ്ടുപേരും ഒരുമിച്ച് വീഴും. പാസ്റ്റിലെ യുങ് മരിച്ചു. അതുകൊണ്ട് തന്നെ പ്രസന്റിൽ ഹീറോയിനെ കൊല്ലാൻ വന്ന യുങ്ങും കാണാതെ ആ വീട് മൊത്തം എല്ലാം പഴയതുപോലെയാവും. ഹീറോയിനുള്ള ജീവനും വെച്ച് അവിടെ നിന്ന് ഓടി ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ നോക്കും. അമ്മ അവിടെ കാണില്ല. എന്ത് ചെയ്യണമെന്ന് അവൾ അറിയാതെ അവൾ അച്ഛനെ അടക്കിയിരുന്ന കല്ലറയിലേക്ക് വന്ന് കരയും. ആ സമയം പുറകിൽ എത്ര തവണ നിന്നെ വിളിച്ചു, നിനക്ക് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം കേൾക്കും. ഹീറോയിൻ ഇത് ആരാന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവളുടെ അമ്മയാണ്. അമ്മ മരിച്ചിട്ടില്ല. അവൾ അമ്മയെ നോക്കുമ്പോൾ പാസ്റ്റിലെ യുങ് അമ്മയുടെ കഴുത്തിൽ കുത്തിയ അതേ പാടുണ്ടാവും. അത് കണ്ട് അവളുടെ കണ്ണ് നിറയും. എന്നാൽ ഒന്നും അവൾ അമ്മയോട് പറയില്ല. അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് അവൾക്ക്. അവളുടെ ഉള്ളിൽ അവളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീരൊഴുകും.
അങ്ങനെ ഹീറോയിനും അമ്മയും കൈ പിടിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ഈ സിനിമ അവസാനിക്കുന്നു. പോവലെ കഴിഞ്ഞിട്ടില്ല, ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. പാസ്റ്റിലെ യുങ്ങിന്റെ വീട്ടിലേക്ക് ഹീറോയിന്റെ അമ്മയും പോലീസും വരുന്ന സമയം യുങ് ആരെ ഒരാളെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് പാസ്റ്റിലെ യുങ് പ്രസന്റിലെ യുങ്ങിനെ വിളിക്കുന്നതാണ്. അപ്പോൾ പ്രസന്റിലെ യുങ് പറയുന്നുണ്ട്, കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും ഈ ഫോൺ കയ്യിൽ തന്നെ വെച്ചോളണമെന്ന്. അടുത്ത സീനിൽ പാസ്റ്റിലെ യുങ് കണ്ണു തുറക്കുന്നു. അപ്പോൾ ഉണ്ട് ട്വിസ്റ്റ്. അതേ സെയിം ടൈം പ്രസന്റിലെ ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ കാണാതെയാവും. പിന്നെ കാണിക്കുമ്പോൾ പ്രസന്റിലെ ഹീറോയിൻ ഇപ്പോൾ പ്രസന്റിലെ തന്നെ യുങ്ങിന്റെ കയ്യിലാണ്. അവളുടെ തലയിൽ ഒരു വെള്ള തുണി മൂടി അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ശ്വാസം കിട്ടാതെ അവിടെ നിന്ന് വിങ്ങുന്ന സമയം ഡിക്കോൾ എന്ന സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ അവസാനം വരെ കണ്ടവർ സത്യം പറയണം, ഒരു വട്ടമെങ്കിലും കിളി പോയി ചിന്തിച്ചില്ലേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. സംഭവം ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത് വെച്ചേക്കുന്ന തന്നെ പൊട്ടത്തരായിട്ട് തോന്നും. ബട്ട് ഇതൊരു സിനിമയാണ്, അതിന് അങ്ങനെ തന്നെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അവസാനം ഒരു ബെഡാമാസ് ട്വിസ്റ്റിലാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞാനും ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും കുറെ പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ട് അന്വേഷിച്ച് ഒടുവിൽ കണ്ടുപിടിച്ച്. സംഭവം എന്താന്ന് വെച്ചാൽ പ്രസന്റിലെ യുങ് പാസ്റ്റിലെ യുങ്ങിനോട് ഫോൺ കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞല്ലോ. പാസ്റ്റിലെ യുങ്ങും ഹീറോയിന്റെ അമ്മയും മുകളിൽ നിന്ന് വീണു. ബട്ട് രണ്ടുപേരും മരിച്ചിട്ടില്ലായിരുന്നു. ജീവനോടെ ഉണ്ടായിരുന്ന പാസ്റ്റിലെ യുങ് ആ ഫോണിലെ ടൈം ട്രാവൽ ചെയ്ത് പ്രസന്റ് മുഴുവൻ വീണ്ടും ചേഞ്ച് ചെയ്തു. സോ എല്ലാം ഇപ്പോൾ പ്രസന്റിലെ സൈക്കോ ആയ യുങ്ങിന്റെ കൺട്രോളിലാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അഥവാ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു തീപ്പൊരു സാധനമായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി സിനിമയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.